നമസ്കാരം, സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മോദിക്ക് മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മന്ത്രിമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തൃശൂരിൽ ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂരിനോടും യുഡിഎഫ് ജില്ലാ ചെയർമാൻ എംപി വിൻസെന്റിനോടും രാജിവെക്കാൻ നിർദ്ദേശം. എഐസിസി തീരുമാനം കെപിസിസി ഇരു നേതാക്കളെയും അറിയിച്ചു. ജോസ് വള്ളൂരിനും ജനറൽ സെക്രട്ടറി ഗോപാലകൃഷ്ണനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സജീവൻ കുരിയച്ചിറ. തൃശൂരിൽ നിയന്ത്രണം വിട്ട കെഎസ്ആർടിസി ലോ ഫ്ലോർ ബസ് ഇടിച്ചു കയറി ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നു. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. പ്രതിമ പുനർനിർമ്മിക്കുമെന്ന് മന്ത്രി കെ രാജൻ. അധികാരത്തിന്റെ ഊതിവീർപ്പിച്ച കുമിളകളെ കുത്തിപ്പൊട്ടിക്കാൻ ചിലരുണ്ടാകണം എന്നത് കാലത്തിന്റെ അനിവാര്യതയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. പുന്നേർകുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം എഴുത്തുകാരി കെ.ആർ. മീര ഏറ്റുവാങ്ങി. ആറങ്ങോട്ടുകരയിൽ കാൽനടയാത്രക്കാർക്ക് നേരെ കാർ പാഞ്ഞു കയറി മേഴത്തൂർ സ്വദേശിനിക്ക് ദാരുണാന്ത്യം. ചൊവ്വന്നൂരിൽ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച യുവാവിനും ദാരുണാന്ത്യം. വാർത്തകൾ വിശദമായി. മോദിക്ക് മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മന്ത്രിമാർ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി മൂന്നാം ഊഴത്തിന് തുടക്കം കുറിച്ചു. नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. ബിജെപിക്കായി കേരളത്തിൽ അക്കൌണ്ട് തുറന്ന സുരേഷ് ഗോപി മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന ആദ്യം മുതൽ സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും ജോർജ് കുര്യൻ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയത് അപ്രതീക്ഷിതമായിരുന്നു. സുരേഷ് ഗോപി മന്ത്രിയാകാൻ ആദ്യം വിമുഖത കാട്ടിയെങ്കിലും മോദി നേരിട്ട് ആവശ്യപ്പെട്ട പ്രകാരം കേന്ദ്രമന്ത്രിയാകുമെന്ന് വ്യക്തമാക്കുകയും ഭാര്യയ്ക്കും മാതാവിനുമൊപ്പം അദ്ദേഹം ദില്ലിയിലേക്ക് തിരിക്കുകയുമായിരുന്നു. തിരുവനന്തപുരത്ത് മത്സരിച്ച മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, ആറ്റിങ്ങലിൽ മത്സരിച്ച മുതിർന്ന ബിജെപി നേതാവ് വി മുരളീധരൻ, ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ തുടങ്ങി നിരവധി പേരുകൾ മന്ത്രിസ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും ജോർജ് കുര്യന് നറുക്കുവീണത് അപ്രതീക്ഷിതമായിരുന്നു. മോദിയുടെ വസതിയിൽ പുതിയ മന്ത്രിമാർക്കായി നടത്തിയ ചായ സൽക്കാരത്തിൽ ജോർജ് കുര്യനും പങ്കെടുത്തിരുന്നു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനത്തുടനീളം ക്രൈസ്തവ വോട്ടുകൾ ബിജെപിക്ക് ലഭിച്ചുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് യുവമോർച്ചയിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ ജോർജ് കുര്യൻ പരിഗണിക്കപ്പെട്ടത്. സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവരെ കൂടാതെ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, എസ് ജയശങ്കർ, നിതിൻ ഗഡ്കരി, ശിവരാജ് സിംഗ്, ചൌഹാൻ സർബാനന്ദ സോനോവാൾ, ചന്ദ്രശേഖർ പെമസാനി, ചന്ദ്രപ്രകാശ് ചൌധരി, ജിതിൻ പ്രസാദ്, ധർമ്മേന്ദ്ര പ്രധാൻ, റാവു ഇന്ദർജിത്ത്, അന്നപൂർണ ദേവി, രവനീത് സിംഗ് ഭിട്ടു, മൻസുഖ് മാണ്ഡവ്യ, പങ്കജ് ചൌധരി, രാംദാസ് അത്താൽവെ തുടങ്ങിയവരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. സിസിടിവി ന്യൂസ്, കേച്ചേരി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തൃശൂരിൽ ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂരിനോടും യുഡിഎഫ് ജില്ലാ ചെയർമാൻ എംപി വിൻസെന്റിനോടും രാജിവെക്കാൻ നിർദ്ദേശം. എഐസിസി തീരുമാനം കെപിസിസി ഇരു നേതാക്കളെയും അറിയിച്ചു. കെ മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും ചാലക്കുടി മണ്ഡലത്തിൽ തൃശൂർ ജില്ലയിലെ മണ്ഡലങ്ങളിൽ പിന്നോട്ടു പോയതും ആലത്തൂരിൽ പരാജയപ്പെട്ടതും ഡിസിസി ഓഫീസിൽ നടന്ന സംഘർഷവുമെല്ലാം പരിഗണിച്ചാണ് ഇരു നേതാക്കളോടും രാജിവെക്കാൻ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടത്. തൃശൂർ, ആലത്തൂർ മണ്ഡലങ്ങളിലെ തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാൻ എഐസിസി നിർദ്ദേശപ്രകാരം കെപിസിസി 4-അംഗ സമിതിയെ രൂപീകരിക്കും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ പിരിച്ചുവിടുന്നതും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. പാലക്കാട് എംപി വി കെ ശ്രീകണ്ഠന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതല നൽകുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. അതിനിടെ ഡിസിസി ഓഫീസിലെ സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ്, കെഎസ്യു നേതാക്കൾക്കെതിരെയും നടപടിയുണ്ടാകുമെന്നാണ് വിവരം. കെ മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ തുടങ്ങിയ പോസ്റ്റർ യുദ്ധവും കയ്യാങ്കളിയും കോൺഗ്രസിന് വലിയ നാണക്കേടായിരുന്നു. ഡിസിസി അധ്യക്ഷൻ ജോസ് വള്ളൂരും കെ മുരളീധരൻ അനുകൂലികളും തമ്മിലാണ് പോര്. മുൻ എംഎൽഎമാരായ എംപി വിൻസെന്റ്, അനിൽ അക്കര എന്നിവർക്കെതിരെയും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. പോര് അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് തൃശൂരിലെ നേതാക്കളോട് രാജിവെക്കാൻ ദില്ലിയിലുള്ള നേതാക്കൾ ഒരേ സ്വരത്തിൽ നിർദ്ദേശിച്ചത്. സിസിടിവി ന്യൂസ്, കേച്ചേരി. തൃശൂർ ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂരിനും ജനറൽ സെക്രട്ടറി ഗോപാലകൃഷ്ണനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സജീവൻ കുരിയച്ചിറ. ഡിസിസിയുടെ വാർത്താക്കുറിപ്പിന് പിന്നാലെയാണ് സജീവന്റെ ആരോപണങ്ങൾ. ഗോപാലകൃഷ്ണന്റെ പൂർവ്വചരിത്രം എല്ലാവർക്കും അറിയാമെന്നും മഹിളാ കോൺഗ്രസ് നേതാവിന്റെ മകനെ പീഡിപ്പിച്ച പോക്സോ പ്രതിയാണ് ഗോപാലകൃഷ്ണൻ എന്ന് സജീവൻ ആരോപിച്ചു.
DCC ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് താനും മറ്റു ഭാരവാഹികളും ഇക്കാര്യം ഇതുവരെ പുറത്തു പറയാതിരുന്നതെന്നും സജീവൻ പറഞ്ഞു. ജോസ് വള്ളൂരിന്റെ പ്രവർത്തനങ്ങൾ തുറന്നു പറഞ്ഞാൽ പാർട്ടിക്ക് മാനക്കേടാകുമെന്നും സജീവൻ പറഞ്ഞു. സ്വന്തം തെറ്റുമറയ്ക്കാൻ വേണ്ടിയാണ് ജോസ് വള്ളൂരും കൂട്ടരും തനിക്കെതിരെ കള്ളക്കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ രാത്രി 8-ന് ശേഷം പുലരുവോളം DCC അധ്യക്ഷന് എന്താണ് പണി? ഇക്കാര്യം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരോട് വിശദീകരിക്കാൻ ജോസ് തയ്യാറാകണമെന്നും സജീവൻ ആവശ്യപ്പെട്ടു. താങ്കൾ ഈ KSU കുട്ടികളെയും വെച്ച് 8 മണി മുതൽ പുലർച്ചെ വരെയുള്ള താങ്കളുടെ പ്രവർത്തനം എന്തെന്ന് ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരോട് താങ്കൾ പറയണം. അതിന് ഏറ്റവും വലിയ തെളിവ് ഞാൻ പറഞ്ഞ ഈ സമയം താങ്കൾ എപ്പോഴാണ് വീട്ടിലെത്തുന്നതെന്ന് അതിന്റെ തെളിവ് പറയേണ്ടത്, സാക്ഷി പറയേണ്ടത് താങ്കളുടെ ഭാര്യയും മകളുമാണ് എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. DCCയുടെ വാർത്താക്കുറിപ്പും സജീവൻ കുര്യച്ചിറ തള്ളി. മർദ്ദനമേറ്റ ശേഷം മാധ്യമങ്ങൾക്കും മുതിർന്ന നേതാവ് PA മാധവന് മുന്നിൽ 3 മണിക്കൂറോളം താനുണ്ടായിരുന്നു. ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരും തന്നെ പരിശോധിച്ചു. അവരോട് ചോദിച്ചാൽ അറിയാം താൻ മദ്യപിച്ചിട്ടില്ലെന്നും സജീവൻ പറഞ്ഞു. ജില്ലാ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ എന്നെ പരിശോധിച്ച ഡോക്ടർമാരോടും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് ആളുകളോടും ചോദിച്ചാൽ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നത്. ഞാൻ മദ്യപിച്ചിരുന്നോ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ജില്ലയിലെ കോൺഗ്രസിന് സംഭവിച്ച ഈ അവസ്ഥയ്ക്ക് ജോസ് വള്ളൂറാണ് ഉത്തരവാദി. എത്രയും വേഗം ഇതിലിടപെട്ട് AICC, KPCC നടപടി സ്വീകരിക്കണം. ഇത് എന്നെക്കൊണ്ട് ജോസ് വള്ളൂർ പറയിച്ചതാണ്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഈ മുഴുവൻ പ്രശ്നങ്ങളും ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഉണ്ടാക്കിയതിന് ഉത്തരവാദി താങ്കളാണ്. താങ്കളത് മറക്കേണ്ട. ജോസ് വള്ളൂരിനെ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്നും സജീവൻ കുര്യച്ചിറ പറഞ്ഞു. CCTV ന്യൂസ്, കേച്ചേരി. തൃശൂരിൽ നിയന്ത്രണം വിട്ട KSRTC ലോ ഫ്ലോർ ബസ് ഇടിച്ചു കയറി ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നു. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ശക്തൻ സ്റ്റാൻഡിൽ പൗരാവലി സ്ഥാപിച്ച ശക്തൻ തമ്പുരാന്റെ പ്രതിമയാണ് തകർന്നത്. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂരിൽ KSRTC ബസ് ഇടിച്ചു കയറി തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ പുനർനിർമ്മിക്കുമെന്ന് മന്ത്രി K. രാജൻ. സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. KSRTCയുടെ ചിലവിൽ പ്രതിമ പുനഃസ്ഥാപിക്കുമെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഉറപ്പ് നൽകിയതായി മന്ത്രി K. രാജൻ അറിയിച്ചു. പ്രതിമയുടെ ശില്പികളുമായി കൂടിയാലോചിച്ച് എത്രയും വേഗത്തിൽ പ്രതിമ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. P. ബാലചന്ദ്രൻ MLA, മേയർ MK വർഗീസ് എന്നിവരും അപകടസ്ഥലം സന്ദർശിച്ചു. ശക്തൻ നഗറിൽ ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. ഓരോ ഘട്ടത്തിലും ശക്തൻ തമ്പുരാന് അഭിവാദ്യം അർപ്പിക്കാൻ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രമാണ്. അതിങ്ങനെ തകർന്ന് കടന്നുകൂടാ. അതുകൊണ്ട് KSRTCയോട് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും വിധത്തിലുള്ള ആവശ്യം നടത്തി കർശനമായും ഈ പ്രതിമ അവിടെ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും KSRTC തന്നെ, ട്രാൻസ്പോർട്ട് വകുപ്പ് തന്നെ ചെയ്യാം എന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എല്ലാവരുമായി കൂടിയാലോചിച്ച് നേരത്തെ ഇതിന് രൂപകൽപ്പന ചെയ്തവരും അതിൻ്റെ ശില്പികളുമായി കൂടിയാലോചിച്ച് ഇതുപോലെ തന്നെ നിലനിർത്താൻ എന്തൊക്കെയാണോ വേണ്ടത് അതിൻ്റെ സാമ്പത്തിക സഹായം ഉൾപ്പെടെ എല്ലാം KSRTC ചെയ്ത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ പുനഃസ്ഥാപിക്കും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രയാസങ്ങളില്ലാത്ത വിധം നമുക്കിത് സ്ഥാപിക്കാം. ചൊവ്വന്നൂരിൽ ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. പന്നിത്തടം നീണ്ടൂർ സ്വദേശി ചെമ്പ്രയൂർ വീട്ടിൽ മൊയ്തീന്റെ മകൻ 35 വയസ്സുള്ള റസാഖാണ് മരിച്ചത്. ചൊവ്വന്നൂർ അറേബ്യൻ പാലസിന് സമീപം ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന ആബേൽ മോൻ എന്ന സ്വകാര്യ ബസ്സിലാണ് സ്കൂട്ടർ ഇടിച്ചത്. സ്കൂട്ടർ ബസ്സിനടിയിലായിരുന്നു. കുന്നംകുളം പോലീസ് സംഭവസ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം കുന്നംകുളം ദയ റോയൽ ആംബുലൻസ് പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഗ്നിരക്ഷാസേനയും സംഭവസ്ഥലത്തെത്തിയിരുന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ആറങ്ങോട്ടുകരയിൽ കാൽനട യാത്രക്കാർക്ക് നേരെ കാർ പാഞ്ഞുകയറി മേഴത്തൂർ സ്വദേശിനിക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. മേഴത്തൂർ കോടനാട് സ്വദേശിനി തുമ്പപ്പറമ്പിൽ മണികണ്ഠന്റെ ഭാര്യ രാധയാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. കൂടെയുണ്ടായിരുന്ന കോടനാട് കാക്കശ്ശേരി ശിവന്റെ ഭാര്യ വസന്തയ്ക്ക് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റു. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം.
ഫിനോയിൽ ക്ലീനിംഗ് വസ്തുക്കൾ വീടുകളിലും കടകളിലും കയറി വിൽപ്പന നടത്തി ഉപജീവനം നടത്തിവരികയായിരുന്നു ഇരുവരും. ഉൽപ്പന്നങ്ങൾ മുഴുവൻ വിറ്റ് തീർത്ത ശേഷം ആറങ്ങോട്ടുകര എസ്റ്റേറ്റ് പടിയിൽ റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്ന ഇരുവരെയും പിറകിൽ നിന്ന് വന്ന കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും 10 മീറ്ററോളം ദൂരത്തേക്ക് തെറിച്ചു വീണു. രാധ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ മരിച്ചു. ഗുരുതര പരിക്കേറ്റ വസന്ത തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ചെറുതുരുത്തി ഭാഗത്തു നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇരുവരെയും ഇടിച്ചു തെറിപ്പിച്ച ശേഷം കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച ശേഷമാണ് നിന്നത്. അപകടം നടന്നയുടനെ കാറിൽ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. തിരുവനന്തപുരം സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നത് എന്നാണ് സൂചന. കുന്നംകുളം ചൊവ്വന്നൂരിൽ നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരനായ ഇതര സംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. ചൊവ്വന്നൂർ സ്വദേശി വട്ടേക്കാട്ടിൽ വീട്ടിൽ രമേശ്, തമിഴ്നാട് ചിദംബരം സ്വദേശി ത്യാഗരാജൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രി 9:30യോടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്നും എരുമപ്പെട്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് പാതയോരത്തിലൂടെ നടന്നു പോവുകയായിരുന്ന കാൽനട യാത്രക്കാരനായ ഇതര സംസ്ഥാന തൊഴിലാളിയെ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാലിനുൾപ്പെടെ പരിക്കേറ്റ തൊഴിലാളിയെ, ബൈക്ക് യാത്രികനെയും കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്കിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കടൽക്ഷോഭ ഭീതിയിൽ കടപ്പുറം നിവാസികൾ. കാലവർഷം ശക്തമായതോടെ കടൽ കൂടുതൽ കരയിലേക്ക് കയറുന്ന അവസ്ഥയാണ്. ഉപ്പുകലർന്ന കുടിവെള്ളവും കടലിനെ ഭയന്നുള്ള ജീവിതവും നയിക്കുന്ന നിരവധി ആളുകളാണ് കടപ്പുറം മേഖലകളിൽ താമസിക്കുന്നത്. കൃത്യമായ രീതിയിൽ കടൽഭിത്തി കെട്ടാത്തത് മൂലം തിരമാലകൾ റോഡിലേക്ക് കയറുന്നുണ്ട്. ശക്തമായ വേലിയേറ്റത്തിൽ ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടി വളവിൽ വെള്ളം റോഡ് വരെ എത്തി. എത്രയും പെട്ടെന്ന് അധികാരികൾ പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കടപ്പുറം പഞ്ചായത്ത് കടലോര മേഖലയാണ്. ഇന്നലെ 2-3 ദിവസമായിട്ട് തുടർച്ചയായിട്ടുള്ള കടൽക്ഷോഭം ഇങ്ങോട്ട് റോഡ് വരെ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു വീട്ടിലേക്ക് വെള്ളം കയറി നിരന്തരമായിട്ടുള്ള സംഭവമായിരിക്കും ഇപ്പോൾ ഇവിടെ. ഇതിന് ഒരു തക്കതായിട്ടുള്ള ഒരു നടപടി ഇതുവരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം, ഇവിടുത്തെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് ഞാൻ ഇവിടുത്തെ ഒരു നിവാസിയായതിൻ്റെ പേരിൽ എനിക്ക് പറയാനുള്ളത്. ജനങ്ങളും വളരെ ആശങ്കയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുടിവെള്ളം വരെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴുള്ള ജനങ്ങൾ ഇരിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതിന് അനുയോജ്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക്. വൈശാഖമാസം സമാപിച്ചതിനു ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ തിരക്ക് കുറവായിരുന്നു. എന്നാൽ തുടർച്ചയായ 2 അവധി ദിവസം വന്നതാണ് തിരക്കേറാൻ ഇടയാക്കിയത്. പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. മണിക്കൂറുകളോളം വരി നിന്നാണ് ഭക്തർ ദർശനം നടത്തിയത്. വരി നിൽക്കാതെ ദർശനം നടത്താൻ നെയ്വിളക്ക് ഷീട്ടാക്കാനും തിരക്ക് അനുഭവപ്പെട്ടു. 22,30,020 രൂപയാണ് നെയ്വിളക്ക് വഴിപാടാക്കിയ വകയിൽ ദേവസ്വത്തിന് ലഭിച്ചത്. 70,73,921 രൂപയാണ് വഴിപാടിനത്തിൽ മാത്രമായി ഞായറാഴ്ചത്തെ വരുമാനം. തിരക്ക് നിയന്ത്രിക്കാൻ ദേവസ്വം കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ചിരുന്നു. 62 വിവാഹങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ നടന്നു. 764 കുട്ടികൾക്ക് ചോറൂൺ നൽകി. പെരുമ്പിലാവ് കോടതിപ്പടിയിൽ യുവാവ് കിണറ്റിൽ വീണ് മരിച്ചു. കോടതിപ്പടി സ്വദേശി താഴത്തേതിൽ 40 വയസ്സുള്ള ഷാനവാസാണ് മരിച്ചത്. 4 മണിയോടെയായിരുന്നു സംഭവം. വീടിന് സമീപത്തെ കിണറ്റിലാണ് വീണത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി യുവാവിനെ കരയ്ക്ക് കയറ്റി പെരുമ്പിലാവിലെ അൻസാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അധികാരത്തിന്റെ ഊതിവീർപ്പിച്ച കുമിളകളെ കുത്തിപ്പൊട്ടിക്കാൻ ചിലരുണ്ടാകണം എന്നത് കാലത്തിന്റെ അനിവാര്യതയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. പുന്നേർകുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം എഴുത്തുകാരി KR മീരയ്ക്ക് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജാവ് നഗ്നനാണെന്ന് പറഞ്ഞ കുട്ടിയുടെ ധീരത മീരയുടെ എഴുത്തുകളിൽ അന്തർലീനമാണ്. സമൂഹത്തിന്റെ അസമത്വങ്ങളും വിവേചനങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിൽ മീരയുടെ എഴുത്തുകൾ വായിക്കപ്പെടണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 25,000 രൂപയും ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം. വൈകിയെത്തിയതിൽ മാപ്പു ചോദിച്ചുകൊണ്ടാണ് മന്ത്രി ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്. കുന്നത്തൂർ PM പാലസിൽ നടത്തിയ ചടങ്ങിൽ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സുഷമ, NK അക്ബർ MLA, പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, സാഹിത്യ സമിതി പ്രസിഡന്റ് KB സുകുമാരൻ, ഉമ്മർ അറക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു.
വിവേചനങ്ങളും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന കൃതികൾ എന്ന നിലയിൽ തന്നെ നമുക്ക് മീരയുടെ എഴുത്തുകളെ വായിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. വളരെ കൗതുകപൂർവം ഊതി വീർപ്പിച്ച ചില അഹന്തകളുടെ കുമിളകളെ പൊട്ടിക്കുന്ന ഒരു കുട്ടിയുടെ ധീരത അതിൽ അന്തർലീനമാണ് അല്ലേ? രാജാവ് നഗ്നനാണ് എന്ന് പണ്ട് വിളിച്ചു പറഞ്ഞതൊരു കുട്ടിയാണല്ലോ. അപ്പോ ചിലരൊക്കെ അങ്ങനെ ഉണ്ടാകണം. അധികാരത്തിന്റെ ഈ ഊതി വീർപ്പിച്ച ചില ഘടനകളെ കുത്തിപ്പൊട്ടിക്കാനായിട്ട് ചിലരുണ്ടാവണം എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. അത്തരം ചുമതലകൾ നിർവഹിച്ച് മുന്നോട്ട് പോകാനാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുന്നു. സാഹിത്യലോകത്ത് കൊടിക്കുത്തിവാണ ആണഹന്തയിൽ നിന്ന് സാഹിത്യത്തെ പിടിച്ചുവാങ്ങിയ എഴുത്തുകാരിയാണ് മാധവിക്കുട്ടിയെന്ന് KR മീര അഭിപ്രായപ്പെട്ടു. പുനർകുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അവർ. വൈകിയെത്തിയ മന്ത്രിയോടും MLAയോടും നർമ്മത്തിൽ കലർന്ന ഭാഷയിൽ പ്രതികരിച്ചാണ് KR മീര മറുപടി പ്രസംഗം നടത്തിയത്. തന്റെ സ്ഥാനത്ത് കമലാദാസ് ആയിരുന്നെങ്കിൽ വേദിയിൽ ഉപഹാരം സ്വീകരിക്കാൻ വൈകിയെത്തിയവർക്ക് അവസരമുണ്ടാവില്ലെന്ന് മീര പറഞ്ഞു. കമലാദാസ് അല്ലെങ്കിൽ കമലാ സുരയ്യ അല്ലെങ്കിൽ മാധവിക്കുട്ടി എന്ന എഴുത്തുകാരി ഒരു വേദിയിൽ പങ്കെടുക്കുമ്പോൾ സത്യത്തിൽ ഞാൻ റൂഡായിട്ട് പറയുകയാണെന്ന് വിചാരിക്കരുത്, ഒരു മന്ത്രിയും വൈകി വരാൻ ധൈര്യപ്പെടുകയില്ല. മിനിസ്റ്റർ പറഞ്ഞല്ലോ, എഴുത്തുകാരികളെ സാധാരണ പിന്നാമ്പുറത്താണ് ആളുകൾ പരിഗണിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കാലത്തും എൻ്റെ അതേ പ്രായത്തിലുള്ളൊരു പുരുഷനാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. മോശമായിട്ട് വിചാരിക്കരുത്, എനിക്കറിയാം ഒരു മന്ത്രിയുടെ തിരക്കുകൾ എനിക്കറിയാം. തീർച്ചയായിട്ടും മനഃപൂർവ്വം അല്ല വൈകി വന്നതെന്നും എനിക്കറിയാം. പക്ഷെ ഞാൻ പറയുകയാണ്, സാധാരണ രീതിയിൽ തന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട പുരസ്കാരവും ഏറ്റവും കൂടുതൽ തന്നെ സങ്കടപ്പെടുത്തുന്ന പുരസ്കാരവും കൂടിയാണ് ഇത്. കമലാസുരയുടെ എഴുത്തുകൾ ഒരു ധൈര്യമായി തന്നെ വഴി നടത്തുമ്പോൾ കമലാസുരയ എന്ന മാധവിക്കുട്ടി ഇല്ലാതായി എന്ന് വിശ്വസിക്കാൻ ഒട്ടും ഇഷ്ടമില്ലെന്നും മീര കൂട്ടിച്ചേർത്തു. ഞാൻ മാധവിക്കുട്ടി എന്നുള്ള പേര് ഉപയോഗിക്കുന്നത് ശരിയല്ല, അത് പുന്നയൂർക്കുളം ആയതുകൊണ്ട് മാത്രം ഞാൻ ഉപയോഗിക്കുകയാണ്. കമലാസുരയ്യാണ്. കമലാസുരയ്യ എന്ന പേര് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മലയാളത്തിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സകലവിധ സങ്കുചിത ചിന്തകളും മതവർഗീയ ജാതി കുനിഷ്ടുകളും അടക്കി വാഴുന്ന ഒരു പ്രദേശമായ കേരളത്തിൽ ജനിച്ചു വളർന്ന്, അതും ആ കാലത്ത് ജനിച്ചു വളർന്ന് 19 വയസ്സിൽ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. മതത്തിന്റെ പേരിലായാലും സാഹിത്യത്തിന്റെ പേരിലായാലും കമലാസുരയ്യ എന്ന പേരെടുത്തു മാറ്റാൻ നമുക്ക് അവകാശമില്ല. പുന്നയൂർക്കുളത്തായതുകൊണ്ട് മാത്രമാണ് പുരസ്കാരത്തിൽ മാധവിക്കുട്ടി പുരസ്കാരം എന്ന് പറയുമ്പോൾ താനും ആ പേര് ഉപയോഗിക്കുന്നതെന്നും അവർ പറഞ്ഞു. CCTV ന്യൂസ്, പുന്നയൂർക്കുളം. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ദേവാലയത്തിൽ സംയുക്ത ഊട്ടുതിരുനാൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഇടവക മധ്യസ്ഥയായ വിശുദ്ധ മറിയം ത്രേസ്യയുടെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത ഊട്ടുതിരുനാളാണ് ദേവാലയത്തിൽ ആഘോഷിച്ചത്. ഞായറാഴ്ച രാവിലെ ദിവ്യബലിയും 9:30 ആഘോഷമായ പാട്ടുകുർബാനയും നടന്നു. മേരിമാത മേജർ സെമിനാരി പ്രൊഫസർ ഫാദർ സിൻഡോ പുറത്തൂർ മുഖ്യ കാർമ്മികനായി. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിലെ പ്രൊഫസർ ഫാദർ ജിയോ ഫ്രാൻസിസ് തിരുനാൾ സന്ദേശം നൽകി. പാട്ടുകുർബാനയ്ക്ക് ശേഷം ഇടവക വിശ്വാസികൾ അണിനിരുന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണവും തുടർന്ന് ഊട്ടുനേർച്ചയും നടന്നു. നിരവധി ഭക്തജനങ്ങൾ തിരുകർമ്മങ്ങളിലും ഊട്ടുനേർച്ചയിലും പങ്കെടുത്തു. തിരുനാളിന്റെ ഭാഗമായി കൊടിയേറ്റം മുതൽ ദിവസവും വൈകിട്ട് 6:30 ദേവാലയത്തിൽ പാട്ടുകുർബാനയും ഉണ്ടായിരുന്നു. ഊട്ടുനേർച്ചയോടനുബന്ധിച്ച് ഭക്ഷണപ്പൊതി വിതരണവും അമ്പ്, കിരീടം എന്നിവ എടുത്തുവെക്കാനുള്ള സൗകര്യവും തിരി വഴിപാടിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട്, കൈക്കാരന്മാരായ ഡേവിസ് അതിയുന്തൻ, ജോസ് ചിരിയങ്കണ്ടത്ത്, ജനറൽ കൺവീനർ വിൻസെന്റ് ചുങ്കത്ത്, സിൻഡോ ചൂണ്ടൽ, ഫുഡ് കൺവീനർ റാഫേൽ അറങ്ങാശ്ശേരി, ഫൈനാൻസ് കൺവീനർ തോമസ് കുണ്ടുകുളം എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ജൂൺ 16 ഞായറാഴ്ചയാണ് ഊട്ടുതിരുനാൾ. രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ഡെന്നിസ് മാറോക്കി കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ 6:30 ദിവ്യബലി, നൊവേന എന്നിവയുണ്ടാകും. തിരുനാൾ ദിനത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം രാവിലെ 10 മണിക്ക് ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ഫാദർ വിൽസൺ പിടിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ചേരൂർ ക്രൈസ്റ്റ് വില്ല ഡയറക്ടർ ഡിറ്റോ കൂള വചന സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണവും ഊട്ടുനേർച്ചയും ഉണ്ടാകും. വൈകിട്ട് സിനിമാ പ്രദർശനവും നടക്കും. ചെയർമാൻ മേലിട്ട് ജോഷി ജോസഫ്, ജനറൽ കൺവീനർ ട്രസ്റ്റി ബാബു എടക്ലത്തൂർ,
ട്രസ്റ്റി ജോഷി ചോവല്ലൂർ തുടങ്ങി തിരുനാൾ കമ്മിറ്റി നേതൃത്വം നൽകും. വിവിധ സബ് കമ്മിറ്റി അടക്കം 151 അംഗ കമ്മിറ്റിയെയും രൂപീകരിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടി കരിയന്നൂർ ബാറിന് സമീപം ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. മരത്തംകോട് വെള്ളിത്തിരുത്തി അകഴിപ്പുറത്ത് തൈക്കൂട്ടയിൽ വീട്ടിൽ പ്രദീപിനാണ് പരിക്കേറ്റത്. പ്രദീപ് സഞ്ചരിച്ചിരുന്ന ബൈക്കിന് മുന്നിൽ എതിരെ വന്നിരുന്ന ബൈക്ക് അപ്രതീക്ഷിതമായി ബാറിലേക്ക് തിരിച്ചതാണ് അപകടത്തിന് കാരണം. പ്രദീപിനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചണ്ടി മൂടിക്കിടന്ന പുതുശ്ശേരി അയ്യംകുളം വൃത്തിയാക്കി അയ്യംകുളങ്ങര ക്ഷേത്ര ഭരണസമിതി. ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന കുളം കാലങ്ങളായി ചണ്ടിയും മാലിന്യങ്ങളും നിറഞ്ഞ അവസ്ഥയായിരുന്നു. ഏകദേശം 20 സെന്റ് വിസ്തീർണമുള്ള കുളം അവധി ദിവസമായ ഞായറാഴ്ച ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും ഭക്തജനങ്ങളും ചേർന്നാണ് ശുചീകരിച്ചത്. ഞായറാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച ശുചീകരണ പ്രവർത്തനം ഉച്ചവരെ നീണ്ടു. ചൊവ്വന്നൂർ പഞ്ചായത്തിന്റെ അധീനതയിലുള്ളതാണ് അയ്യംകുളം. പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി പുന്നയൂർ പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന കളിക്കളത്തിന്റെ ശിലാസ്ഥാപനം NK അക്ബർ MLA നിർവഹിച്ചു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ആദ്യ കളക്കളത്തിനാണ് പുന്നയൂർ ഗ്രാമപഞ്ചായത്തിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. 50 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരും 50 ലക്ഷം രൂപ ഗുരുവായൂർ MLAയുടെ ആസ്തി വികസന ഫണ്ടും ചേർത്ത് 1 കോടി രൂപ ചിലവിലാണ് പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി നടപ്പിലാക്കുന്നത്. പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ യുവതി യുവാക്കളുടെ കായികശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാവുന്ന തരത്തിൽ ആധുനിക സംവിധാനങ്ങളോടെയാണ് പഞ്ചായത്ത് കളിക്കളം നവീകരിക്കുന്നത്. അകലാട് 4 കല്ലി ബീച്ചിലെ പഞ്ചായത്ത് ഗ്രൌണ്ടിൽ നടത്തിയ ശിലാസ്ഥാപന ചടങ്ങിൽ പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ APM മുഹമ്മദ് അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കമറുദ്ദീൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിശ്വനാഥൻ മാസ്റ്റർ, ഷമീം അഷ്റഫ്, AK വിജയൻ, വാർഡ് മെമ്പർ ബിൻസി റഫീഖ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MP ഇക്ബാൽ മാസ്റ്റർ തുടങ്ങി വാർഡ് മെമ്പർമാരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പങ്കെടുത്തു. ഗുരുവായൂരിലെ കടവരാന്തയിൽ അവശനിലയിൽ കടന്നിരുന്ന വയോധികന് ജീവകാരുണ്യ പ്രവർത്തകർ തുണയായി. പാലക്കാട് സ്വദേശി 75 വയസ്സുള്ള പെരുമാളിനെയാണ് പാലയൂർ ഇമ്മാനുവൽ ജീവകാരുണ്യ പ്രവർത്തന സമിതി ഡയറക്ടർ CL ജേക്കബിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിലാക്കിയത്. വർഷങ്ങളായി ഗുരുവായൂരിൽ ഹോട്ടലുകളിൽ ജോലി ചെയ്തു വരികയായിരുന്ന പെരുമാളിന് 4 മാസം മുമ്പ് ബൈക്കിടിച്ച് പരിക്കേറ്റിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്ന ഇയാൾ ബസ് സ്റ്റാൻഡിലാണ് കിടന്നിരുന്നത്. ബസ് സ്റ്റാൻഡ് പൊളിച്ചു നീക്കിയതോടെ തൊട്ടടുത്ത കടവരാന്തയിലേക്ക് മാറി. സന്നദ്ധ സംഘടനാ പ്രവർത്തകരാണ് ദിവസവും ഭക്ഷണം നൽകിയിരുന്നത്. കൂടുതൽ അവശനായതിനെ തുടർന്ന് നഗരസഭാ ഹെൽത്ത് വിഭാഗത്തിന്റെയും ആക്ട്സ് പ്രവർത്തകരുടെയും സഹായത്തോടെ ജേക്കബ് ഇയാളെ കുളിപ്പിച്ച് വൃത്തിയാക്കി ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഹെൽത്ത് ഇൻസ്പെക്ടർ KS നിയാസ്, നഗരസഭാ കണ്ടീജന്റ് ജീവനക്കാരായ രതീഷ് കർമ്മ, CL ബെന്നി, ആക്ട്സ് വളണ്ടിയർ PK സാബിർ എന്നിവരും ജേക്കബിനൊപ്പം ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, ഗുരുവായൂർ. ചാവക്കാട് ഏനാമാവ് റോഡിൽ അപകടം പതിയിരിക്കുന്ന കുഴി നികത്തണമെന്ന് വ്യാപാരികൾ. നിരവധി വാഹനങ്ങളാണ് ഈ വഴി പോകുന്നത്. ഇരുചക്ര വാഹനങ്ങൾ കുഴികളിൽ വീഴുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം സമീപത്തെ വ്യാപാരികൾ ചേർന്ന് ചുവന്ന റിബൺ കെട്ടി അപകട മുന്നറിയിപ്പ് നൽകിയിരുന്നു. എത്രയും പെട്ടെന്ന് അധികാരികൾ അപകടാവസ്ഥ മനസ്സിലാക്കി നടപടിയെടുക്കണമെന്ന് വ്യാപാരികൾ പറഞ്ഞു. ചാവക്കാട്ടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള റോഡാണ് ഏനാമാവ് സെൻട്രലിലേക്ക് പോകുന്ന റോഡുള്ളത്. ഇതിലെപ്പോഴും വലിയ വലിയ വണ്ടികൾ, ട്രിപ്പർ ലോറികളും ബസ്സുകളൊക്കെ വരുന്നതാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല. ഈ 2 വീലർമാർ വരുന്നതിൽ വെള്ളം കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ആഴം അറിയുന്നില്ല. എന്നാലും ഒരു പെൺകുട്ടി വന്ന് വീണു. ഞങ്ങളൊക്കെ പിടിച്ച് കൂടിയിട്ടാണ് അതിനെ പിടിച്ച് ഏൽപ്പിച്ച് പറഞ്ഞത്. പിന്നെ ആ സെൻറ്ററിലേക്ക് നീങ്ങി കഴിഞ്ഞാൽ അതിലും വലിയ കുഴികളാണുള്ളത്. അതും ഈ 2 വീലർമാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതുകൂടാതെ ഈ ഫുട്പാത്തിലൂടെ നടക്കുന്ന ജനങ്ങളുടെ മേത്തേക്ക് വണ്ടികൾ വരുമ്പോൾ ആ വെള്ളത്തിൽ നിന്ന് തെറിച്ച് ആകെ വൃത്തികേടാവുന്നുണ്ട്. ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി അധികൃതർ ഉണ്ടാക്കി തരണം എന്നാണ് പറയാനുള്ളത്. ഡിവൈഎഫ്ഐ നീണ്ടൂർ യൂണിറ്റും ഡോക്ടർ റാണി മേനോൻ മാക്സ് വിഷൻ ഐ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. CPIM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KM നൌഷാദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. CPIM ലോക്കൽ കമ്മിറ്റി മെമ്പറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ മീന സാജൻ അധ്യക്ഷത വഹിച്ചു. CPIM നീണ്ടൂർ ബ്രാഞ്ച് സെക്രട്ടറി പ്രണവ് P സത്യൻ, ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുബിൻ KS, ഡിവൈഎഫ്ഐ പന്നിത്തടം മേഖലാ സെക്രട്ടറി KV ഗിൽസൺ, മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.
വേലൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് പാത്രമംഗലം ഐശ്വര്യ കുടുംബശ്രീയുടെ 25-ാം വാർഷികം ആഘോഷിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് പുഷ്പലത അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ വേലൂർ പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. സംഘം സെക്രട്ടറിയും മുൻ വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കാർത്തിയായനി സുബ്രഹ്മണ്യൻ, മുൻ പഞ്ചായത്ത് മെമ്പർമാരായ VP തോമസ്, അഡ്വക്കേറ്റ് PK ശ്യാംകുമാർ, സംഘം ആരോഗ്യ വളണ്ടിയറും വേലൂർ പഞ്ചായത്ത് മുൻ CDS ചെയർപേഴ്സണുമായ P രുക്മണി, ഗ്രേസി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിലെ 11 ദിവസം നീണ്ടുനിൽക്കുന്ന കർപ്പൂരാദി ദ്രവ്യകലശത്തിന് തുടക്കമായി. സാംസ്കാരിക സമ്മേളനം ക്ഷേത്രം തന്ത്രി കീഴ്മണ്ഠയൂർ നീലകണ്ഠൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. രാവിലെ ഗുരുവായൂർ പ്രദീപ്, നന്ദൻമാരാർ എന്നിവരുടെ അഷ്ടപതി, ചൊവ്വല്ലൂർ സഹോദരന്മാരായ മോഹനൻ, സുനിൽ എന്നിവരും നെല്ലുവായി സജീവനും പങ്കെടുത്ത കേളിയും ഉണ്ടായി. തുടർന്ന് ചേർന്ന സമ്മേളനത്തിൽ ക്ഷേത്രഭരണസമിതി പ്രസിഡന്റ് NK ബാലകൃഷ്ണൻ അധ്യക്ഷനായി. രാധാകൃഷ്ണ ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടർ പ്രേമാനന്ദൻ മുഖ്യാതിഥിയായി. അരിയന്നൂർ ഹരികന്യക ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് മോഹൻദാസ് എലത്തൂർ, ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി പ്രവീൺ കുമാർ, സരസ്വതി കൃഷ്ണൻകുട്ടി, K ഉണ്ണികൃഷ്ണൻ, C ഹരിദാസ് എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം തന്ത്രി കീഴ്മണ്ഠയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, ഊരാളൻ കീഴിലം കൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി വേദപണ്ഡിതന്മാർ പങ്കെടുക്കുന്ന കർപ്പൂരാദി ദ്രവ്യകലശത്തിന് വൈകിട്ട് തുടക്കം കുറിക്കും. ദിവസവും രാവിലെ 6 മുതൽ 10:30 വരെയും വൈകിട്ട് 5 മുതൽ 9:30 വരെയുമാണ് താന്ത്രിക ചടങ്ങുകൾ നടക്കുക. 16-ാം തീയതി പുലർച്ചെ നടക്കുന്ന അഷ്ടബന്ധക്രിയ, ശ്രീപാർവതി ദേവിക്ക് തത്വകലശാഭിഷേകം, 19-ന് നടക്കുന്ന കർപ്പൂരാദി ദ്രവ്യകലശാഭിഷേകം എന്നിവയാണ് ഏറ്റവും മുഖ്യ ചടങ്ങുകൾ. CCTV ന്യൂസ്, കേച്ചേരി. പെരുമ്പിലാവ് കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ സീബ്ര ലൈൻ മാഞ്ഞു പോകുന്നത് കാൽനട യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. കല്ലുംപുറം ജംഗ്ഷനിൽ കുന്നംകുളം കുറ്റിപ്പുറം ബസ് സ്റ്റോപ്പിന് സമീപം ഉണ്ടായിരുന്ന 2 സീബ്ര ലൈനുകളും മാഞ്ഞുപോയിട്ട് മാസങ്ങളായി. ചാലിശ്ശേരി പഴഞ്ഞി ഭാഗത്തേക്ക് പോകുന്ന പാതയിലെ പ്രധാന ജംഗ്ഷനാണ് കല്ലുംപുറം സെന്റർ. ദിനംപ്രതി നിരവധി വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരുമാണ് ഈ വഴി കടന്നു പോകുന്നത്. ഏറെ തിരക്കേറിയ ഇവിടെ ദീർഘദൂര വാഹനങ്ങൾ പലപ്പോഴും അതിവേഗതയിൽ കുതിച്ചു പായുകയാണ്. ജീവൻ പണയം വെച്ചാണ് ഭൂരിഭാഗം കാൽനടയാത്രികരും റോഡ് മുറിഞ്ഞു കടക്കുന്നത്. സ്കൂൾ തുറന്നതോടെ രാവിലെയും വൈകിട്ടും വിദ്യാർത്ഥികൾക്കും പലയിടങ്ങളിലും റോഡ് മുറിഞ്ഞു കടക്കുവാൻ ഏറെ ദുഷ്കരമാണ്. മേഖലയിൽ വാഹനയാത്രക്കാർ, കാൽനടയാത്രക്കാർ, വിദ്യാർത്ഥികൾ എന്നിവർക്ക് ട്രാഫിക് അവബോധവും മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നുള്ള അഭിപ്രായം ഉയരുന്നുണ്ട്. മലപ്പുറം ജില്ലയുടെ പ്രവേശനാതിർത്തി കോലിക്കരയിൽ സീബ്ര ലൈൻ പകുതി മാഞ്ഞ നിലയിലാണ്. ചങ്ങരംകുളം കോഴിക്കോട് പാതയിലും സീബ്ര ലൈനും മുഴുവനായി മാഞ്ഞുപോയിരിക്കുന്നതും യാത്രക്കാർക്ക് ഭീഷണിയാണ്. ഇത്തരം മേഖലകളിൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അധികൃതർ അടിയന്തരമായി പാതയിലെ സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ഗുരുവായൂർ കാവീട് ക്ഷേത്രവളപ്പിലെ പടുമരം കടപുഴകി. കാവീട് മന്ദാരം റോഡിൽ മരക്കാത്ത ദേവീക്ഷേത്രവളപ്പിലെ മരമാണ് ശനിയാഴ്ച രാത്രി 8 മണിയോടെ കടപുഴകി വീണത്. വൈദ്യുതി കമ്പിയിലേക്ക് വീണതിനെ തുടർന്ന് പോസ്റ്റ് ഒടിഞ്ഞു. വൈദ്യുതി കമ്പികളും പൊട്ടിവീണു. ഇതേ തുടർന്ന് മേഖലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ക്ഷേത്രത്തിന്റെ സ്ലാബും മതിലും തകർന്നിട്ടുണ്ട്. 5 തെങ്ങുകളും നശിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത്. ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന സോഷ്യൽ മീഡിയ സംസ്ഥാന ക്യാമ്പയിന് തുടക്കമായി. കൊല്ലരുത് ഈ മക്കളെ എന്ന പേരിലാണ് സംഘടന ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഭിന്നശേഷിക്കാർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെ ചെറുക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഭിന്നശേഷി മക്കളെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, പെൻഷൻ തുക ഉയർത്തുക, കൃത്യസമയത്ത് വിതരണം ചെയ്യുക, രക്ഷിതാക്കൾക്കുള്ള ആശ്വാസകിരണം പോലുള്ള പെൻഷൻ തുക വർദ്ധിപ്പിക്കുക, ഭിന്നശേഷിക്കാർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങളും സംഘടന മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് CCU നാസർ കണ്ണൂർ, ജനറൽ സെക്രട്ടറി രാജീവ് പള്ളുരുത്തി, സംസ്ഥാന ട്രഷറർ സിന്ധു സുദേവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളിക്ക് സമീപം സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ നിർവഹിച്ചു. കോൺഗ്രസ് പൂക്കോട് മണ്ഡലം പ്രസിഡന്റ് ആൻഡോ തോമസ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ മാഗി ആൽബർട്ട്, കോട്ടപ്പടി പള്ളി PRO ജോബ് C ആൻഡ്രൂസ്, ട്രസ്റ്റിമാരായ ജാക്സൺ നീലങ്കാവിൽ, ഡേസൺ പഴുന്നാന, ലിൻഡോ ചാക്കോ, MF വിൻസെന്റ്, വർഗീസ് ചീരൻ, ബോബി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. TN പ്രതാപനാണ് MP ഫണ്ടിൽ നിന്ന് മാസ്റ്റ് ലൈറ്റ് അനുവദിച്ചത്.
കടപ്പുറം ഗ്രാമപഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തിൽ മെയിന്റനൻസ് ഗ്രാന്റിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപ ചെലവാക്കി നിർമ്മിച്ച ബ്ലാങ്ങാട് സബ് സെന്റർ റോഡ് നാടിന് സമർപ്പിച്ചു. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു. 4ാം വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ് അധ്യക്ഷത വഹിച്ചു. കടപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ മുഖ്യാതിഥിയായി. 16ാം വാർഡ് മെമ്പർ സുനിത പ്രസാദ്, സുബ്രഹ്മണ്യൻ, KA കാസിം, മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് സേവാദൾ കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. ഡോണേഴ്സ് ഹബ് കേരള ചാരിറ്റബിൾ സൊസൈറ്റി, തൃശൂർ മെഡിക്കൽ കോളേജ് എന്നിവ ക്യാമ്പിൽ പങ്കാളികളായി. സേവാദൾ കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബിജോഷ് കുറുമാലിന്റെ അധ്യക്ഷതയിൽ നടന്ന ക്യാമ്പ് സേവാദൾ തൃശൂർ ജില്ലാ പ്രസിഡന്റ് PD റപ്പായി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ ട്രഷറർ ഷൈജു പേരാമംഗലം, വേലൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസാരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിതീഷ് ചന്ദ്രൻ വട്ടംപറമ്പിൽ എന്നിവർ മുഖ്യാതിഥികളായി. കോൺഗ്രസ് വേലൂർ മണ്ഡലം പ്രസിഡന്റ് ഫ്രെഡി ജോൺ, മുൻ മണ്ഡലം പ്രസിഡന്റ് യേശുദാസ് മാസ്റ്റർ, മുതിർന്ന കോൺഗ്രസ് നേതാവ് വിൻസെന്റ് കിരാലൂർ എന്നിവർ സംസാരിച്ചു. DHK തൃശൂർ ജില്ലാ ഭാരവാഹികളായ സജീഷ്, നിജു, ലിൻജോയ്, അഭിലാഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വേലൂർ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ നടന്ന ക്യാമ്പിൽ 100-ലധികം ആളുകൾ പങ്കെടുത്തു. ഓണത്തിന് ഒരു കുട്ടപ്പൂവ് ചെണ്ടുമല്ലി കൃഷിയുമായി CPIM ഓണത്തിന് ഒരു കുട്ടപ്പൂവ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി CPIM ബ്രഹ്മകുളം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി. ചിറ്റാട്ടുകര ലോക്കൽ സെക്രട്ടറി PG സുബിദാസ് തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീബിദ ഷാജി അധ്യക്ഷയായി. ലോക്കൽ കമ്മിറ്റി അംഗം BR സന്തോഷ്, ബ്രാഞ്ച് സെക്രട്ടറി TC ശ്രീജിത്ത്, VK മോഹനൻ, TP സന്ദീപ്, KV ഷാജു എന്നിവർ സംസാരിച്ചു. ഓണത്തിന് മുമ്പ് വിളവെടുക്കാവുന്ന രീതിയിൽ 50 സെന്റ് സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയിട്ടുള്ളത്. പിറന്നാൾ ദിനത്തിൽ അമല ആശുപത്രിയിലെ ക്യാൻസർ രോഗികൾക്ക് മുടി മുറിച്ചു നൽകി യുവാവ്. വയലത്തൂർ ഞമനേങ്ങാട് ചുങ്കത്ത് ജോമോൻ C ജോർജാണ് അമല ആശുപത്രിയിലെത്തി മുടി നൽകിയത്. 7 വർഷമായി വയലത്തൂരിൽ പ്രവർത്തിക്കുന്ന ആംബുലൻസ് സർവീസിൽ സേവനം ചെയ്യുകയാണ് ജോമോൻ. ജോർജിന്റെ മകനാണ്. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ എൻലൈറ്റ് 2024 സംഘടിപ്പിച്ചു. പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ അറാഫത്ത് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സെമിനാർ മിഷൽ ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. SLC, +2 വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും MBBS നേടിയ ഡോക്ടർ ഫാത്തിമ റഹ്മാനെയും ചടങ്ങിൽ ആദരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ MK റാഫി, മോട്ടോർ ഡിപ്പാർട്ട്മെന്റ് വകുപ്പിലെ വരണ്യ ഗോപി, എക്സ് മിലിറ്ററി റഹ്മാൻ പൂക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന് എരുമപ്പെട്ടി പഞ്ചായത്തിൽ സ്വീകരണം നൽകി. കടങ്ങോട് റോഡ് സെന്ററിൽ നടന്ന സ്വീകരണ യോഗത്തിൽ LDF നേതാക്കളും പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TK മനോജ് കുമാർ, NCP മണ്ഡലം പ്രസിഡന്റ് ബെന്നി ദാസ്, UK മണി, OB സുബ്രഹ്മണ്യൻ, K ശാരദാമ, PT ജോസഫ് തുടങ്ങിയവർ ഹാരാർപ്പണം നടത്തി. സേവ്യർ ചില്ലപ്പള്ളി MLA, M ബാലാജി, MN സത്യൻ, KD ബാഹുലയൻ മാസ്റ്റർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. നിയുക്ത MP K രാധാകൃഷ്ണന് കടങ്ങോട് സ്വീകരണം നൽകി. കടങ്ങോട് മില്ല് സെന്ററിൽ നടന്ന സ്വീകരണ യോഗത്തിൽ LDF നേതാക്കളും പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു. CPM വടക്കാഞ്ചേരി ഏരിയ അംഗം PS പ്രസാദ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി UV ഗിരീഷ്, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TP ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, ജോൺസൺ മാസ്റ്റർ, PE ബാബു, സൗമ്യ സുരേഷ് തുടങ്ങിയവർ ഹാരാർപ്പണം നടത്തി. സേവ്യർ ചില്ലപ്പള്ളി MLA, M ബാലാജി, MN സത്യൻ, KD ബാഹുലയൻ മാസ്റ്റർ, KM അഷ്റഫ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. നിയുക്ത MP K രാധാകൃഷ്ണന് കാട്ടകാമ്പാൽ ചിറക്കൽ സെന്ററിൽ സ്വീകരണം നൽകി. LDF കാട്ടകാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണത്തിൽ LDF നേതാക്കളായ ബാലാജി, TC ചെറിയാൻ, VK ബാബുരാജ്, സുരേന്ദ്രൻ KC, ES രേഷ്മ എന്നിവർ സംസാരിച്ചു. നിയുക്ത MP രാധാകൃഷ്ണന് പെരുമ്പിലാവ് സെന്ററിലും സ്വീകരണം നൽകി. CPIM കടവല്ലൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണത്തിൽ LDF നേതാക്കളായ M ബാലാജി, MN സത്യൻ, ഷാജൻ മാസ്റ്റർ, KE സുധീർ, മണികണ്ഠൻ, MN മുരളീധരൻ, K കൊച്ചനിയൻ തുടങ്ങിയവർ സംസാരിച്ചു.
അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ കുരുന്നുകൾ അംഗൻവാടികളിലെത്തി വർണ്ണാഭമായാണ് പ്രവേശനോത്സവങ്ങളിലൂടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ചത്. SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും നടന്നു. പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചിരുന്നു. വിശദാംശങ്ങളിലേക്ക്. ചീരംകുളം 96 നമ്പർ അംഗൻവാടിയുടെ 25ാം വാർഷികവും പ്രവേശനോത്സവവും സംഘടിപ്പിച്ചു. അംഗൻവാടിയിലേക്ക് എത്തിയ കുരുന്നുകളെ അധ്യാപകർ തൊപ്പിയും ബലൂണുകളും നൽകി സ്വീകരിച്ചു. വാർഡ് കൗൺസിലറും നഗരസഭാ ചെയർപേഴ്സണുമായ സീതാ രവീന്ദ്രൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ചീരംകുളം ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന അംഗൻവാടിയുടെ 25ാം വാർഷികാഘോഷവും ശിശു സൗഹാർദ്ദ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചായം പദ്ധതിയുടെ ഉദ്ഘാടനവും സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. അംഗൻവാടി അധ്യാപിക ശാലിനി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അംഗൻവാടി കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും SSLC, +2 കുട്ടികളെ അനുമോദിക്കലും ചെയ്തു. വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ സഞ്ജയ് കുമാർ, വത്സല, കമ്മിറ്റി അംഗങ്ങൾ, വിവിധ ക്ലബ്ബ് പ്രതിനിധികൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചാവക്കാട് 16ാം വാർഡിൽ DYFI SFIയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ ബുഷാർ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. AH അക്ബർ, ചാവക്കാട് DYFI ഈസ്റ്റ് മേഖലാ സെക്രട്ടറി റിനൂസ്, DYFI മേഖലാ സെക്രട്ടറി വിഷ്ണു, സാജിദ സലാം, ബിനു ഷാനവാസ്, VK അസ്കർ, സജീവൻ, ധന്യബാബു എന്നിവർ സംസാരിച്ചു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും പഠനോപകരണ വിതരണവും നടന്നു. ചാവക്കാട് നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. LKG മുതലുള്ള കുട്ടികൾക്ക് ബാഗ്, കുട ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. CITU ഏരിയ പ്രസിഡന്റ് KM അലി, യൂണിയൻ ജില്ലാ സെക്രട്ടറി TP ദയാനന്ദൻ, CPIM ചാവക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അശോകൻ, ചാവക്കാട് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് KK ഗോവിന്ദൻ, ട്രഷറർ PC സന്തോഷ്, സെക്രട്ടറി M ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് സ്നേഹകൂടാരം കലാകായിക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കലും സൗജന്യ നോട്ട്ബുക്ക് വിതരണവും നടന്നു. DVLP സ്കൂളിൽ നടന്ന ചടങ്ങ് തൃശൂർ രംഗചേതന ആർട്ടിസ്റ്റ് ഡയറക്ടർ KV ഗണേഷ് ഉദ്ഘാടനം ചെയ്തു. സായൂജ് പുലിങ്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. സ്നേഹകൂടാരത്തിന്റെ നാൾവഴികളെക്കുറിച്ച് പ്രസിഡന്റ് സുധി പന്തയ്ക്കൽ സംസാരിച്ചു. ഡിവിഷൻ കൌൺസിലർ K ഗോപാലകൃഷ്ണൻ, പാതിരിക്കോട്ടുകാവ് ക്ഷേത്രസമിതി സെക്രട്ടറി രാജു മാരാത്ത്, K ചന്ദ്രദാസ്, RR ഉണ്ണികൃഷ്ണൻ, കവയത്രി ഗീതാ ദിവാകരൻ, പ്രതീഷ് K, നന്ദകുമാർ എന്നിവർ ആശംസകൾ നേർന്നു. തുളസി സ്വാഗതവും ഷീബ നമ്പ്യാർ നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ കലാപരിപാടികളുമുണ്ടായി. രഞ്ജിത്ത് പണിക്കർ കളരിക്കൽ, രാമൻകുട്ടി കുന്നത്ത്, സിജോ ജോസ്, VS അഭിരാമി എന്നിവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് കല്ലടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ട്രസ്റ്റ് SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഡിവിഷൻ കൌൺസിലർ K ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ ഗംഗാധരൻ മാരാത്ത് അധ്യക്ഷത വഹിച്ചു. പാതിരിക്കോട്ടുകാവ് ക്ഷേത്രസമിതി സെക്രട്ടറി രാജു മാരാത്ത്, അഡ്വക്കേറ്റ് സുരേഷ്, N രാധാകൃഷ്ണൻ, KNGB, M സച്ചിദാനന്ദൻ, EM സുബ്രഹ്മണ്യൻ, EV ബാലകൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു. സെക്രട്ടറി A സുധീഷ് ബാബു സ്വാഗതവും MG രഘുനാഥ് നന്ദിയും പറഞ്ഞു. സദ്ഗമയ സാംസ്കാരിക സേവാ സമിതി പനന്തറയുടെ നേതൃത്വത്തിൽ SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പനന്തറ സെന്ററിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ ചലച്ചിത്ര താരം സുനിൽ സുഗത വിദ്യാർത്ഥികൾക്ക് സ്നേഹോപഹാരം നൽകി ആദരിച്ചു. തായ്ക്കൊണ്ടോ സ്റ്റേറ്റ് ചാമ്പ്യൻ വിഷ്ണുവിനെയും ചടങ്ങിൽ ആദരിച്ചു. ജയരാജൻ ചക്കാലക്കുമ്പിൽ അധ്യക്ഷനായി. രക്ഷാധികാരി NG വിനികുമാർ, പ്രശാന്ത്, ദിലീപ്, ബിജു, സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ പഞ്ചായത്തിലെ കരിക്കാട് ഭട്ടിമുറി കുടുംബസഹായ സംഘത്തിന്റെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനവും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി. 3 വർഷമായി ഭട്ടിമുറി മേഖലയിൽ മരണാനന്തര സഹായത്തിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലും സാംസ്കാരിക മേഖലയിലും നിറസാന്നിധ്യമായി നിലകൊള്ളുന്ന ഭട്ടിമുറി കുടുംബസഹായ സംഘത്തിന്റെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം റിട്ടയർഡ് DYSP KM സെയ്താലി നിർവഹിച്ചു. സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന സംഘത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. സംഘം പ്രസിഡന്റ് KV സതീശന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ LKG മുതൽ ഡിഗ്രി വരെയുള്ള മേഖലയിലെ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ ഗാനരചയിതാവും ഭട്ടിമുറി സ്വദേശിയുമായ BK ഹരിനാരായണൻ നിർവഹിച്ചു. വിഭജനത്തിന്റെയും വിഘടനത്തിന്റെയും മാർഗത്തിലൂടെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേയുള്ള ഇത്തരം സംഘങ്ങൾ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് ഹരിനാരായണൻ അഭിപ്രായപ്പെട്ടു. തുടർന്ന് LKG മുതൽ ഡിഗ്രി വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സംഘം ഭാരവാഹികളായ ആനന്ദൻ, അജിത, സനൂപ്, സുബ്രഹ്മണ്യൻ, സത്യൻ, രമേശ് എന്നിവർ സംസാരിച്ചു. സംഘം സെക്രട്ടറി പ്രതീഷ് സ്വാഗതം പറഞ്ഞ യോഗത്തിന് VC സുരേഷ് നന്ദി പറഞ്ഞു.
വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. ചരമം പാത്രമംഗലം കുംഭാര കോളനിയിൽ ചെറുകുന്നത്ത് വീട്ടിൽ നാരായണൻ മകൻ ഗോവിന്ദൻ നിര്യാതനായി 51 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി പുണ്യതീരത്ത് നടന്നു. സുനിത ഭാര്യയാണ്, ഗോപിക മകളാണ്, മുത്തു മാതാവാണ്. തയ്യൂർ പുതിയടത്ത് രാമൻ നായർ ന്യൂഡൽഹിയിൽ നിര്യാതനായി. 86 വയസ്സായിരുന്നു. യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനിയുടെ റീജിയണൽ അസിസ്റ്റന്റ് മാനേജറായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് മയൂർ വിഹാർ ശ്മശാനത്തിൽ നടക്കും. ചിങ്ങപുരത്ത് കൗമുദിയമ്മ ഭാര്യയും സതീശൻ, അഡ്വക്കേറ്റ് സുരേഖ എന്നിവർ മക്കളുമാണ്. കാണിയാമ്പാൽ ചാങ്കോര വീട്ടിൽ പരേതനായ സുഭാഷിന്റെ മകൾ പവിത്ര നിര്യാതയായി. 34 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടക്കും. രാജേഷ് ഭർത്താവാണ്. കടങ്ങോട് ഒടുവൻകുന്ന് വടക്കേക്കര പരേതനായ കുഞ്ഞുണ്ണി മകൻ മോഹനൻ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 വീട്ടുവളപ്പിൽ നടക്കും. ശാലിനി ഭാര്യയാണ്. ശ്രീചിത്തിര, ശ്രീജിത, ശ്രീജിത്ത് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മോദിക്ക് മൂന്നാം ഊഴം. മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മന്ത്രിമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തൃശൂരിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനോടും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റിനോടും രാജിവെക്കാൻ നിർദ്ദേശം. AICC തീരുമാനം KPCC ഇരു നേതാക്കളെയും അറിയിച്ചു. ജോസ് വള്ളൂരിനും ജനറൽ സെക്രട്ടറി ഗോപാലകൃഷ്ണനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സജീവൻ കുരിയച്ചിറ. തൃശൂരിൽ നിയന്ത്രണം വിട്ട KSRTC ലോ ഫ്ലോർ ബസ് ഇടിച്ചു കയറി ശക്തൻ തമ്പുരാന്റെ പ്രതിമ തകർന്നു. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. പ്രതിമ പുനർനിർമ്മിക്കുമെന്ന് മന്ത്രി K രാജൻ. അധികാരത്തിന്റെ ഊതിവീർപ്പിച്ച കുമിളകളെ കുത്തിപ്പൊട്ടിക്കാൻ ചിലരുണ്ടാകണം എന്നത് കാലത്തിന്റെ അനിവാര്യതയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു. പുന്നേർകുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം എഴുത്തുകാരി KR മീര ഏറ്റുവാങ്ങി. ആറങ്ങോട്ടുകരയിൽ കാൽനട യാത്രക്കാർക്ക് നേരെ കാർ പാഞ്ഞു കയറി മേഴത്തൂർ സ്വദേശിനിക്ക് ദാരുണാന്ത്യം. ചൊവ്വന്നൂരിൽ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച യുവാവിനും ദാരുണാന്ത്യം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.